ഹലോ ഓൾ വെൽക്കം ടു സ്പാർട്ടൻസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് UPSC പ്രിലിംസ് 2025 പരീക്ഷയ്ക്ക് ഏറ്റവും സിഗ്നിഫിക്കന്റ് ആക്കപ്പെട്ട ഒരു ടോപ്പിക്കാണ്. യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റുകൾ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതിൽ ഹിസ്റ്റോറിക്കലുള്ള ചില സൈറ്റുകൾ വളരെ നമുക്ക് എക്സാമിനേഷനെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടെ ഇമ്പോർട്ടൻസ് ഉള്ള ഒന്നാണ്. അതിന്റെ ഒരു ലേറ്റസ്റ്റ് അപ്ഡേറ്റ് വെച്ചിട്ടുള്ള ഡിസ്കഷൻ ആണ് നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ നടത്താൻ വേണ്ടി പോകുന്നത്. സോ വി ക്യാൻ സ്റ്റാർട്ട് ഗായ്സ്. എല്ലാവർക്കും വീണ്ടും സ്പാർട്ടൻസിലേക്ക് സ്വാഗതം. മൈസെൽഫ് സഫ്വാൻ, ഹിസ്റ്ററി ഓപ്ഷണൽ എടുക്കുന്ന ഫാക്കൽറ്റിയാണ്. അപ്പോൾ നമ്മൾ ഹിസ്റ്ററി പ്രിലിം സ്പെസിഫിക് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ഡോക്യുമെന്റ്സ് നമ്മൾ ടെലിഗ്രാമിലേക്ക് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അതൊന്ന് നോക്കുക. കാരണം എല്ലാം എക്സാമിനേഷന്റെ PYQ ഡിമാൻഡ് അനുസരിച്ചിട്ട് റെഡിയാക്കി വെച്ചിരിക്കുന്ന ഒരു 15ഓളം PDF നോട്ടുകൾ ഗ്രൂപ്പിൽ ആഡ് ചെയ്തിട്ടുണ്ട്. മാക്സിമം അത് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. കൂട്ടത്തില് നമ്മുടെ ഇന്നത്തെ ഡിസ്കഷൻ ഒന്ന് ബ്രീഫായിട്ട് പറയട്ടെ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് യുനെസ്കോന്റെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റുകളാണ്. യുനെസ്കോന്റെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റുകൾ ആസ് എ സെറ്റ് എക്സാമിനേഷൻ വളരെ വളരെ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒന്നാണ്. അപ്പൊ അതാണ് നമ്മൾ ഇപ്പൊ പറയാൻ വേണ്ടി പോകുന്നത്. സോ സ്റ്റാർട്ടിങ് അവർ ഡിസ്കഷൻ ഓൺ ദ സെയിം, നിങ്ങൾ ആദ്യം മനസ്സിലാക്കി വെക്കേണ്ടത് യുനെസ്കോന്റെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് എന്ന് പറയുമ്പോൾ അതിൽ നമുക്ക് ലൈക്ക് ഹിസ്റ്റോറിക്കൽ സൈറ്റുകൾ മാത്രമല്ല ഉള്ളത്. ആസ് യു കെൻ സി ഹിയർ കൾച്ചറൽ വേൾഡ് ഹെറിറ്റേജ് സൈറ്റുകളുണ്ട്. ഇന്ത്യയിൽ 35 അങ്ങനെയാണ് വരുന്നത്. ഓക്കെ, നാച്ചുറൽ അതായത് എക്കോളജിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വേൾഡ് ഹെറിറ്റേജ് സൈറ്റുകളുണ്ട് 7 ഇന്ത്യയിലുണ്ട്. മിക്സ്ഡ് ഹെറിറ്റേജ് വേൾഡ് ഹെറിറ്റേജ് സൈറ്റുകൾ അതായത് നാച്ചുറലും കൾച്ചറലായിട്ട് വരുന്ന ഒന്നുണ്ട്. ആ ഒന്നാണ് നിങ്ങൾ ഈ കാണുന്ന കാഞ്ചൻജംഗ എന്ന് പറയുന്നത്. കാഞ്ചൻജംഗ നാഷണൽ പാർക്ക് എന്ന് പറയുന്നത് ഒരേ സമയത്ത് കൾച്ചറലാണ് പ്ലസ് നാച്ചുറലാണ്. അതുകൊണ്ടാണ് അത് മിക്സ്ഡ് കാറ്റഗറിയിൽ വരുന്നത്. സിക്കിമിലാണ് വരുന്നത്. 2016 അതിനെ എൻറ്റർ ചെയ്തിട്ടുള്ളത്. ചിലപ്പോൾ ഈ ഒരു വർഷം നിങ്ങൾ പഠിച്ചു വെക്കേണ്ടതില്ല, മറിച്ച് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത് കാഞ്ചൻജംഗ ഇസ് നോട്ട് ദ ഫസ്റ്റ് വൺ ടു എൻറ്റർ ഇൻ ടു വേൾഡ് ഹെറിറ്റേജ് സൈറ്റ്. വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ വരുന്ന ആദ്യത്തെ സൈറ്റിൽ ഒന്നല്ല കാഞ്ചൻജംഗ എന്നുള്ള. ചിലപ്പോൾ അങ്ങനത്തെ സ്റ്റേറ്റ്മെന്റ് ഒക്കെ തരും. അപ്പൊ ആ ഒരു സെൻസ് മനസ്സിലാക്കാൻ വേണ്ടി ജസ്റ്റ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് കാഞ്ചൻജംഗ നാഷണൽ പാർക്ക് 2016 എൻറോൾ ചെയ്തിട്ടുള്ളത് എന്നുള്ളൊരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ നിങ്ങൾ നോക്കിക്കേ, വി ആർ ഹാവിംഗ് 43 സൈറ്റ്സ് അല്ലെ, 43ഓളം സൈറ്റുകൾ നമുക്ക് പ്രധാനമായിട്ടും വേൾഡ് ഹെറിറ്റേജ് സൈറ്റുകളുടെ ഭാഗമായിട്ട് ഇന്ത്യയിൽ നിന്നുണ്ട്. ഇതാണ് നമ്മൾ പഠിക്കുന്ന ടോപ്പിക്കിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ. ഇതിൽ തന്നെ ലേറ്റസ്റ്റ് ആയിട്ട് അപ്ഡേറ്റുകൾ ഏതൊക്കെയാണ് വന്നിട്ടുള്ളത്, ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട നിങ്ങൾ നോക്കി വെക്കേണ്ട ചില കാര്യങ്ങൾ എന്നുള്ളതിന്റെ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ആണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ മുന്നോടിയായിട്ട് ഒരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് നിങ്ങൾ അറിയിക്കാനുണ്ട്. നിങ്ങൾ UPSC 2025 പ്രിലിംസ് എഴുതാൻ പോകുന്ന ആൾക്കാരായിരിക്കാം. ഒരു പക്ഷേ നിങ്ങളിൽപ്പെട്ടവരോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ശേഷം വരുന്ന UPSC ആസ്പിറന്റിൽപ്പെട്ട ആൾക്കാർ ഹിസ്റ്ററി എന്ന് പറയുന്ന ഒരു സബ്ജക്ട് ഓപ്ഷണൽ ആയിട്ട് ചൂസ് ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ടാവും. അവർക്ക് വേണ്ടി സ്പാർട്ടൻസിന്റെ കീഴിൽ ഹിസ്റ്ററി ഓപ്ഷണലിന്റെ ഒരു പുതിയ ബാച്ച് 7th മെയ്യിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കറിയാം, വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ഒരേ സമയത്ത് പ്രിലിംസിനും മെയിൻസിനും പിന്നെ ഓപ്ഷണലും ഇത് മൂന്നും ഇന്റഗ്രേറ്റ് ചെയ്യുന്ന സിലബസ് ആണ് നമുക്ക് ഹിസ്റ്ററി ഓപ്ഷണലിന് വരുന്നത്. അപ്പൊ ആ രീതിയിലുള്ള ഒരു ടീച്ചിങ് ആണ് ഹിസ്റ്ററിക്ക് വരുന്നത്. എന്തുകൊണ്ട് നിങ്ങൾക്ക് ഓവർലാപ്പിംഗ് ബെനിഫിറ്റ് കിട്ടുന്ന ഒരു സബ്ജക്ട് ആണ്. സോ ഡിയർ സ്റ്റുഡൻസ്, നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ആൾക്കാർ ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രമിക്കുക. ഓക്കെ, സോ ഹിസ്റ്ററി ഓപ്ഷനിലെ പുതിയൊരു ബാച്ച് 7th മെയ്യിൽ സ്റ്റാർട്ട് ചെയ്യാണ്. ഒരു പക്ഷേ നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആകാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ശേഷം വരുന്ന നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിൽ പെട്ടിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് അത് യൂസ്ഫുൾ ആകാം. അപ്പൊ അവർക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി പ്രത്യേകം ഒന്ന് ശ്രമിക്കുക കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾ നമ്മുടെ ചാനലിന്റെ ലിങ്ക് അയച്ചു കൊടുത്താലും മതി. സോ ദിസ് ഈസ് ജസ്റ്റ് എൻ ഇൻട്രൊഡക്ഷൻ അബൌട്ട് അവർ ഹിസ്റ്ററി ഓപ്ഷണൽ പ്രോഗ്രാം. ഹിസ്റ്ററി ഓപ്ഷനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ താല്പര്യമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ നേരിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നൗ ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് പോയിന്റ്, ബാക്ക് ടു അവർ ഡിസ്കഷൻ, വേൾഡ് ഹെറിറ്റേജ് സൈറ്റ്. ഇവിടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് എന്ന് പറയുമ്പോഴേ ഇവിടെ കുറച്ച് കാര്യങ്ങൾ, ഞാൻ ഇവിടെ ഒരു മാപ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ മാപ്പ് വെച്ചിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കാം. ഐ തിങ്ക് വി കൻ സ്റ്റാർട്ട് ഫ്രോം ദ സൗത്ത് അല്ലെ, സൗത്ത് നിന്ന് നമുക്ക് ആരംഭിക്കാം. ഇവിടെ നോക്കിക്കുക, നിങ്ങൾ കൾച്ചറൽ ഹെറിറ്റേജ് സൈറ്റിന്റെ ഭാഗമായിട്ട് ഒന്ന് നീലഗിരി മൗണ്ടൻ റെയിൽവേ ഉണ്ട്. നീലഗിരിയിലൂടെ പോകുന്ന മൗണ്ടൻ റെയിൽവേ തമിഴ്നാടിന്റെ ഭാഗമാണ്. ദെൻ ഗ്രേറ്റ് ലിവിംഗ് ചോള ടെമ്പിൾസ്. ഇതൊക്കെ നമ്മൾ ക്ലാസ് റൂമിന്റെ ഭാഗമായിട്ട് പഠിക്കുന്നതാണ്. 3 ഉണ്ട് അല്ലെ. ആർക്കെങ്കിലും അറിയുന്നവരുണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ ഒന്ന് കമന്റ് ചെയ്തോളൂ. എന്റെ സ്റ്റുഡൻസ് പ്രത്യേകിച്ചും ഞാൻ ക്ലാസ് റൂമിൽ പഠിപ്പിച്ചിട്ടുള്ള സ്റ്റുഡൻസിന് അറിയാം. ഓക്കെ, ബുദ്ധിമുട്ടില്ലാത്തവരൊന്ന് കമന്റ് ചെയ്യുക ആ 3 ടെമ്പിൾസ് ഏതൊക്കെയാണ് എന്നുള്ളത്. ദെൻ മഹാബലിപുരത്തെ കുറച്ച് ഗ്രൂപ്പ് ഓഫ് മോണിമെന്റ്സ്. ഞാനിവിടെ ഒറ്റ ചോദ്യം ചോദിക്കുന്നുള്ളൂ, ഇതിന്റെ ആൻസർ എല്ലാവരും ഒന്ന് കമന്റ് ചെയ്തേ. ക്വസ്റ്റ്യൻ ഈസ് വെരി സിമ്പിൾ. മഹാബലിപുരം എന്ന് പറയുന്ന മാമല്ലാപുരം സിറ്റി ഉണ്ടാക്കിയത് ആര്? ഏത് രാജാവാണ് അല്ലെങ്കിൽ ഏത് ഡൈനാസ്റ്റിയാണ് എന്നുള്ളത് ഒന്ന് മെൻഷൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ, നിങ്ങൾക്കുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതാണ് ഞാൻ പറഞ്ഞ പോയിന്റ്. ഇത്രയേ ഉള്ളൂ. നമ്മൾ ക്ലാസ് റൂമിലെ ആൻഷ്യന്റിലും മിഡീവലിലും മോഡേണിലൊക്കെ പഠിക്കുന്ന ചില പ്രധാനപ്പെട്ട മോണിമെന്റ്സ് ആണ് ഈ കൾച്ചറൽ ഹെറിറ്റേജ് സൈറ്റ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്നത്. ഓക്കെ, സോ അടുത്തതാണ്
ഗ്രൂപ്പ് ഓഫ് മോണുമെന്റ്സ് അറ്റ് ഹംപി. ഹംപിയിലെ മോണുമെന്റ്സ് പലപ്പോഴും വിജയനഗരമായി ബന്ധപ്പെട്ടിട്ട് പ്രിലിംസിന് ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ ഹംപിയിലെ പ്രധാനപ്പെട്ട മോണുമെന്റ്സിൽ പലതും ഉണ്ട് അല്ലെ. അതിൽ വിജയനഗരയിലെ നിങ്ങൾക്ക് അറിയാം ഡിഫറെന്റ് ഡൈനാസ്റ്റീസ് ആർ ദർ. സംഗമ, സളുവ, തുളുവ, അറാവിഡു ഡൈനാസ്റ്റീസ്. അപ്പൊ അതിൽ ഉള്ള പ്രധാനപ്പെട്ട ചില മോണുമെന്റ്സും എസ്പെഷ്യലി ടെമ്പിൾസ് ആൻഡ് സെക്യുലർ ആർക്കിടെക്ചർ. അപ്പൊ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ് ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ. ഞാൻ കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നില്ല. ഒരു ക്വസ്റ്റ്യൻ ഞാൻ ഇവിടെ ഇട്ടിട്ടുണ്ട്, അത് നിങ്ങൾ ആൻസർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ആൻസർ ചെയ്യണേ, അറിയുന്ന ആൾക്കാർ ആൻസർ ചെയ്യാതെ പോകട്ടെ. പിന്നെ ഗ്രൂപ്പ് ഓഫ് മോണുമെന്റ്സ് ആയിട്ട് പട്ടടക്കൽ. എന്റെ ചോദ്യം ഇതാണ്, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, നിങ്ങൾ നമ്പർ ഇട്ടിട്ട് തന്നെ ആൻസർ ചെയ്യട്ടോ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, പട്ടടക്കലിലെ ആർക്കിടെക്ചർ ഏത് ഡൈനാസ്റ്റിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു? ഞാൻ ഇങ്ങനെ തന്നെ ക്വസ്റ്റ്യൻ കൊടുത്തിരിക്കുന്നത്, കൺസിഡർ ദ ഫോളോയിങ് പേഴ്സ് ഇട്ടിട്ട് ഹൗ മെനി ഓഫ് ദ പേഴ്സ് ആർ കറക്റ്റ്ലി മാച്ച് എന്ന് പറയുന്ന പ്രിലിംസ് ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പൊ ഇവിടെ പട്ടടക്കലിലെ മോണുമെന്റ്സ്, ഫോർ എക്സാമ്പിൾ വിരുപക്ഷ ടെമ്പിൾ അറ്റ് പട്ടടക്കൽ, അത് ഏത് ഡൈനാസ്റ്റിയുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നു എന്നുള്ള ഒരു ചോദ്യം നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വരും. അപ്പൊ നമ്പർ 2 എന്ന് എഴുതിയിട്ട് നിങ്ങൾ കമന്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ദിസ് ഈസ് സംതിങ് വെരി ഇമ്പോർട്ടന്റ്. ദെൻ ക്ലാസ് റൂമിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്ന ടെമ്പിൾ ആണ് രാമപ്പ ടെമ്പിൾ എന്ന് പറയുന്നത്, കാക്കഡിയാസിന്റെ. ഓക്കെ, ഈ ടെമ്പിളിന് ഒരു പ്രത്യേകത ഉണ്ടല്ലോ, ഒരു യൂണീക്നെസ് ഉണ്ട്. അതാണ് എന്ത്, സാൻഡ് ബോക്സ് ടെക്നിക് എന്ന് പറയുന്ന ടെക്നിക്ക് ഇവർ ഉപയോഗിക്കുന്നുണ്ട് എർത്ത് ക്വേക്കിൽ നിന്ന് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി. അപ്പൊ ആ രീതിയിൽ ഈ ടോപ്പിക്കുകളൊന്നും മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ്. ഇതൊക്കെ നമ്മൾ ക്ലാസ് റൂമിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ദെൻ ഇവിടെ നോക്കിക്കേ, സാക്രഡ് എൻസംബിൾ ഓഫ് ഹോയ്സല. ഹോയ്സലാസിന്റെ കുറച്ച് ടെമ്പിൾസ് ഉണ്ടല്ലേ, ആലേബിഡിലും ബേലൂരിലുള്ള ടെമ്പിൾസ് ഉണ്ട്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. ദെൻ ഇവിടെ വെസ്റ്റേൺ ഗട്ട്സ് കൊടുത്തിട്ടുണ്ട്, ദാറ്റ് ഈസ് നാച്ചുറൽ ഹെറിറ്റേജ് സൈറ്റ്. ദെൻ ചർച്ചസ് ആൻഡ് കോൺവെന്റ്സ് ഓഫ് ഗോവ, മോഡേൺ ആർക്കിടെക്ചറുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യമാണ് വരുന്നത്. ദെൻ മഹാരാഷ്ട്രയുടെ ഭാഗത്തോട്ട് നോക്കിക്കേ, എലിഫന്റ കേവ്സ്, ഛത്രപതി ശിവജി ടെർമിനൽ, ദ വിക്ടോറിയൻ ഗോത്തിക് ആൻഡ് ആർക്കിടെക്ചർ എൻസംബിൾ ഓഫ് മുംബൈ, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ വരുന്നുണ്ട്. ദെൻ അജന്ത എല്ലോറ കേവ്സ്, ഇത് നിങ്ങൾ ആൻഷ്യന്റിൽ എന്തായാലും കൾച്ചർ റിലേറ്റ് ചെയ്തിരിക്കുന്ന ടോപ്പിക്കിൽ പഠിച്ചിരിക്കുന്ന ടോപ്പിക്സ് ആണ്. ദെൻ സൺ ടെമ്പിൾസ് ഓഫ് കൊണാർക്ക്. നിങ്ങൾ എത്ര പേര് നമ്മുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്ന ജസ്റ്റ് ബിഫോർ ദിസ് വൺ നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ദ ഡൈനാസ്റ്റീസ് ഓഫ് ഒഡീഷ. ഇഫ് യു ആർ ഗെറ്റിംഗ്, നിങ്ങൾ അത് വായിച്ചിട്ടുണ്ടെങ്കിൽ യു വിൽ ഗെറ്റ് ദിസ് ആൻസർ. സൺ ടെമ്പിൾ ഓഫ് കൊണാർക്ക് എന്ന് പറയുന്നത്, സൺ ടെമ്പിൾ ഓഫ് കൊണാർക്ക് ഇത് ഏത് ഡൈനാസ്റ്റിയാണ്? ഇങ്ങനെ ആയിരിക്കും പരീക്ഷയ്ക്ക് ഒരു പക്ഷെ നിങ്ങളോട് ചോദിക്കുന്നത്. അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ടെമ്പിൾസ് എന്നിട്ട് ക്രോണോളജിക്കലി അറേഞ്ച് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വരും. അപ്പൊ അതിന് നമ്മൾ ഡൈനാസ്റ്റിയിൽ അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ വി ക്യാൻ റിലേറ്റ് ദാറ്റ് വൺ. അപ്പൊ സൺ ടെമ്പിൾ ഓഫ് കൊണാർക്ക് എന്ന് പറയുന്നത് ഏത് ഡൈനാസ്റ്റിയാണ്? അതാണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും കണ്ടോ, കുറച്ച് സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണത്, എസ്പെഷ്യലി ഫോർ ദിസ് ഇയർ പ്രിലിംസ് എക്സാമിനേഷൻ. അപ്പൊ അത് മിസ്സാക്കണ്ട എന്നുള്ള കാര്യം പ്രത്യേകം പറയുകയാണ്. അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ദ സിറ്റി ഓഫ് മഹാബലിപുരം ഏത് ഡൈനാസ്റ്റിയാണ്? പട്ടടക്കൽ ടെമ്പിൾസ് ഏത് ഡൈനാസ്റ്റിയാണ്? സൺ ടെമ്പിൾ ഏത് ഡൈനാസ്റ്റിയാണ്? ഈ മൂന്നെണ്ണത്തിന്റെയും ക്വസ്റ്റ്യന്റെ ആൻസർ നിങ്ങൾ കമന്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ബാക്കിയുള്ളവർ കമന്റ് ചെയ്യുന്നുണ്ടല്ലോ കണ്ടിരിക്കാം എന്ന് വിചാരിച്ചിരിക്കരുത്. നെവർ. ജസ്റ്റ് നിങ്ങളാണ് പ്രിലിംസ് എക്സാമിനേഷൻ എഴുതാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇത് അറിയുന്നുണ്ടോ? തെറ്റിയാലും കുഴപ്പമില്ല, പക്ഷെ യു ഓക്കെ. Some network connection, network issue in between. Okay, some network issue in between happened. നമുക്ക് എന്തായാലും കണ്ടിന്യൂ ചെയ്യാം ഡിസ്കഷൻ. സോ ഞാൻ പറഞ്ഞു വരുന്ന പോയിന്റ് ഇത്രയേ ഉള്ളൂ. യു ഗൈസ് ആർ ഗോയിങ് ടു അറ്റംപ്റ്റ് ദിസ് പ്രിലിംസ് എക്സാമിനേഷൻ. അപ്പൊ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് അത് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ട്രൈ യുവർ സെൽഫ്. ഓക്കെ, എന്നിട്ട് അത് ശരിയാക്കി കൊണ്ടുവരിക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം. മൂവിംഗ് ഫോർവേഡ്, വി ആർ ഹാവിംഗ് റോക്ക് ഷെൽട്ടേഴ്സ് ഓഫ് ബിംബേഡ്ക. ബിംബേഡ്ക നമ്മൾ പ്രീ ഹിസ്റ്റോറിക് കാലഘട്ടം മുതൽക്ക് പഠിക്കുന്ന ഒരു പീരീഡ് ആണ് അല്ലെ. ദെൻ ബുദ്ധിസ്റ്റ് മോണുമെന്റ്സ് അറ്റ് സാഞ്ചി സ്തൂപയും തുടങ്ങിയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ ഇവിടെ നോക്കിക്കേ. ചാമ്പനീർ, പാവ്ഗഡ് ആർക്കിയോളജിക്കൽ പാർക്ക് വരുന്നുണ്ട്. ഹിസ്റ്റോറിക് സിറ്റി ഓഫ് അഹമ്മദാബാദ്, ഗുജറാത്ത്. ഓക്കെ, ദെൻ ധൊളാവിര ഹാരപ്പൻ സിറ്റി ആണ്. റാണി കി വാവ് ഗുജറാത്തിന്റെ ഭാഗത്ത് വരുന്ന ഒന്നാണ്. ദെൻ രാജസ്ഥാന്റെ ഭാഗത്ത് നോക്കിക്കേ, ജയ്പൂർ സിറ്റി, ജന്തർ മന്ദർ തുടങ്ങിയുള്ള കാര്യങ്ങൾ 18ാം നൂറ്റാണ്ടിന്റെ ഹിസ്റ്ററിയുമായിട്ട് നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങളാണ്. ദെൻ ഹിൽ ഫോർട്സ് ഓഫ് രാജസ്ഥാൻ. ഹിൽ ഫോർട്സ് ഓഫ് രാജസ്ഥാൻ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പാണ്. ഓക്കെ, അതിൽ ജയ്സാൽമർ വരുന്നുണ്ട്, ചിറ്റോർഗർ വരുന്നുണ്ട്, കുംഭൽഗർ വരുന്നുണ്ട്, ഗാഗ്രൺ വരുന്നുണ്ട്, രത്തംപൂർ വരുന്നുണ്ട്, അമീർ ഫോർട്ട് വരുന്നുണ്ട്. ഇങ്ങനെ ഒരു 6 വരുന്നതാണ് ഹിൽ ഫോർട്സ് ഓഫ് രാജസ്ഥാൻ എന്ന് പറയുന്നത്. അത് ഒറ്റൊരു സൈറ്റ് ആയിട്ടാണ് ഇവർ കണക്കാക്കിയിരിക്കുന്നത്. ദെൻ ആർക്കിടെക്ചറൽ വർക്ക് ഓഫ് ലെ കോർബസിയർ എന്ന് പറയുന്ന ആളുടെ വരുന്നുണ്ട്. ദെൻ കൽക്ക ഷിംല റെയിൽവേ, ഫത്തേപൂർ സിക്രി, ഖജുറാഹോ ഗ്രൂപ്പ് ഓഫ് മോണുമെന്റ്സ്, ശാന്തി നികേതൻ, സുന്ദർബൻസ്, ആർക്കിയോളജിക്കൽ സൈറ്റ് ഓഫ് നളന്ദ മഹാവീർ,
നളന്ദ യൂണിവേഴ്സിറ്റി, ദെൻ കാസിരംഗ നാഷണൽ പാർക്ക്, മൊയ്തംസ് ബറിയൽ മൗണ്ട്സ് ഓഫ് അഹോം ഡൈനാസ്റ്റി. ഇവിടെ ഡൈനാസ്റ്റി കൊടുത്തിട്ടുണ്ട്. ആസാമിലെ ഡൈനാസ്റ്റിയാണ് മൊയ്തംസ് ഉള്ളത്. വിൽ ഡിസ്കസ് ദാറ്റ്. കാരണം ദിസ് ഈസ് റീസെന്റ് ആഡഡ്, വളരെ റീസെന്റ് 2024 ആഡ് ചെയ്തിരിക്കുന്ന ഒന്നാണ്. ഓക്കെ. ദെൻ മാനസ് വൈൽഡ് ലൈഫ് സാങ്ച്വറി, കാസിരംഗ, ഡാർജിലിംഗ് ഹിമാലയൻ റെയിൽവേ, കാഞ്ചൻജംഗ. You know that this is a mixed one, right? Then here are having other like Mahabodhi Temple, Agra Fort, Taj Mahal, Red Fort, Women's Tomb, Qutub Minar. ഇത് പഠിച്ചു വെക്കാനുള്ള ഒരു എളുപ്പവഴി എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഡൈനാസി എടുക്കുക. ചോളന്മാരുടെ സമയത്ത് എന്തൊക്കെയുണ്ട്, ഇന്ന ഡൈനാസി ഏതൊക്കെയുണ്ട്, മുഗൾസിന്റെ സമയത്ത് ഏതൊക്കെയുണ്ട്, ഡൽഹി സൽത്തനത്തിന്റെ സമയത്ത് ഏതൊക്കെയുണ്ട്, അങ്ങനെ നിങ്ങളൊന്ന് സമ്മറൈസ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നിങ്ങളുടെ ലേണിംഗ് പ്രോസസ്സ് കുറച്ചുകൂടെ എളുപ്പമാകും, ഓർത്തെടുക്കാൻ കുറച്ചുകൂടെ എളുപ്പം. അല്ലാതെ നമുക്കത് ഒരിക്കലും ഈ 43 സൈറ്റുകൾ ബൈഹാർട്ട് ചെയ്യുക എന്ന് പറയുന്നത് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല, നമുക്കത് അത്ര ആവശ്യമില്ല. ബട്ട് നമ്മൾ ഡൽഹി സൽത്തനറ്റ് പഠിക്കുന്നുണ്ടോ? ഡൽഹി സൽത്തനറ്റിലെ ഏറ്റവും സിഗ്നിഫിക്കന്റ് മോണമെന്റ് ആണത് കുത്തബ് മിനാർ. അത് ഇതിലുണ്ടോ? ഉണ്ട്. അത്രേ ഉള്ളൂ. ആ രീതിയിൽ പഠിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. ഇനി മുഗൾസ് വരുന്ന സമയത്തോ, മുഗൾസിൽ നമുക്ക് പ്രധാനമായിട്ട് അറിയുന്നതാണത് ആഗ്ര ഫോർട്ട്, റെഡ് ഫോർട്ട്, താജ്മഹൽ, ഹുമൈൻസ് ടോംബ്, ഫത്തേപൂർ സിക്രി. ഇങ്ങനത്തെ ഒരു 5 വരുന്നുണ്ട്. അത് 5 സെറ്റാക്കി പഠിച്ചാൽ മതി. അപ്പൊ ആ രീതിയിൽ പഠിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇനി നോക്കിക്കേ, ബാക്കി നാച്ചുറൽ സൈറ്റുകളാണത് ഗ്രേറ്റ് ഹിമാലയൻ നാഷണൽ പാർക്ക്, നന്ദാദേവി വാലി ഫ്ലവേഴ്സ്, ദെൻ കൊയിലാദിയോ നാഷണൽ പാർക്ക് തുടങ്ങിയിട്ടുള്ളത്. അപ്പൊ ഈ രീതിയിൽ നമുക്ക് പറഞ്ഞതുപോലെ കൾച്ചറൽ ഹെറിറ്റേജ് സൈറ്റുകളും നാച്ചുറൽ ഹെറിറ്റേജ് സൈറ്റുകളും മിക്സ്ഡ് ഹെറിറ്റേജ് സൈറ്റ് ഉണ്ടെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഗൈസ്, ഡോണ്ട് ഫോർഗെറ്റ് ടു ആൻസർ ദീസ് 3 ക്വസ്റ്റ്യൻസ് 1, 2, 3. അത് മിസ്സാക്കരുത്. ഞാനിത് വീണ്ടും 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 പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾ ഇങ്ങനെ ആൻസർ ചെയ്യുമ്പോൾ മാത്രമാണ് നിങ്ങളുടെ ലോജിക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു റീടെൻഷൻ പവർ എത്ര ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ്. അപ്പോൾ കൃത്യമായിട്ട് ഇത് നിങ്ങൾ എന്ത് ചെയ്യുക, ആൻസർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. മറ്റൊരു കാര്യം കൂടെ, നിങ്ങൾക്ക് ഈ വീഡിയോസും കാര്യങ്ങളൊക്കെ യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അത് അറിയിക്കണം. കമന്റ് ചെയ്തിട്ടെങ്കിലും അറിയിക്കണം, ലൈക്ക് ചെയ്തിട്ട് അറിയിക്കാം. ഓൾസോ യു ക്യാൻ ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ്. നിങ്ങളുടെ ബാക്കി ഫ്രണ്ട്സ് ഉണ്ടാവില്ലേ, നമ്മുടെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ്, നമ്മൾ പഠിക്കും ബാക്കിയുള്ളവർക്ക് ഷെയർ ചെയ്യില്ല. ആക്ച്വലി സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് നിങ്ങൾക്കൊരു ഒരു ഒരു എന്താണ് ഒരു പീർ ഗ്രൂപ്പ് എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, ഒരുമിച്ചിരുന്ന് പഠിക്കാൻ പറ്റുവാണെങ്കിൽ നിങ്ങളുടെ മെമ്മറി പവർ കുറച്ചുകൂടെ കൂടും. അപ്പൊ നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം ഇത് നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഒന്ന് റിവൈസ് ചെയ്യുമ്പോൾ ആക്ച്വലി നിങ്ങൾക്ക് ഒന്നുകൂടി സ്ട്രോങ് ലേണിംഗിലോട്ടാണ് പോകുന്നത്. അപ്പൊ അതിനുവേണ്ടി നിങ്ങൾ ഈ വീഡിയോ ബാക്കിയുള്ള ഫ്രണ്ട്സുമായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതും ഒരു ഉപകാരമുള്ള കാര്യമായിരിക്കും കേട്ടോ. നൗ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത്, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നോക്കിക്കേ, ഈ 1983 സമയത്ത് 1980s സമയത്താണ്, ജസ്റ്റ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ദ ഹിസ്റ്റോറിക്കൽ പീരിയഡ്. 1980s സമയത്താണ് യുനെസ്കോന്റെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിന്റെ ലിസ്റ്റ് വരാൻ വേണ്ടി പോകുന്നത്. അതിലോട്ട് ആദ്യമായിട്ട് ഇന്ത്യയിലെ കുറച്ച് മോണുമെന്റ്സ് വരുന്ന നോക്കിക്കേ, അജന്ത, എല്ലോറ, ആഗ്ര, താജ്മഹൽ ഫോർട്ട്, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് വരുന്നത്. 2 മുഗൾ മോണുമെന്റ്, ആഗ്ര ഫോർട്ട്, താജ്മഹൽ, അജന്ത, എല്ലോറ കേവ്സ്. ഇതാണ് ആദ്യം വരുന്ന കാറ്റഗറി എന്നുള്ളത് മനസ്സിലാക്കുക. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ കാഞ്ചൻജംഗ കണ്ടു. എപ്പോഴാണ് ആഡ് ചെയ്യുന്നത്? 2016. പക്ഷെ നിങ്ങളോട് വെറുതെ ഒരു സ്റ്റേറ്റ്മെന്റ് തരാണ്, കാഞ്ചൻജംഗ വാസ് വൺ ഓഫ് ദി ഏർലി സൈറ്റ് ടു ബി ആഡഡ് ഇൻ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ്. നിങ്ങൾ പരീക്ഷകൾ തന്നിട്ട് എന്താ, ശരിയാണല്ലോ, ശരിയാകുമല്ലേ എന്ന് വിചാരിക്കും. അപ്പൊ അതിന് കുറച്ച് ക്ലാരിറ്റി വേണം. അതുകൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത്. അപ്പൊ ഒന്നാമത്തെ പോയിന്റ് മറക്കണ്ട, 1980s 4 ബേസിക്കലി തുടക്കത്തിൽ വരുന്നത് എന്നുള്ളത്. നൗ ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ്, 2024 ആഡ് ആയിട്ടുണ്ടായിരുന്ന മൊയ്തംസ് എന്ന് പറയുന്ന ഒരു മൗണ്ട് ബറൽ സിസ്റ്റം. നിങ്ങൾക്ക് മൗണ്ട് ബറൽ സിസ്റ്റം ഓഫ് അഹോം ഡൈനാസ്റ്റി, അസാമിൽ ഉണ്ടായിരുന്ന ഡൈനാസ്റ്റിയാണ് മിഡീവൽ കാലഘട്ടത്തില്. ഓക്കെ, അഹോം ഡൈനാസ്റ്റി എന്ന് പറയുന്നത്. അപ്പൊ അവിടെ ഒരു മൊയ്തംസ് എന്ന് പറയുന്ന ഒരു കുന്നുണ്ട്. അവിടെ ഈ അഹോം ഡൈനാസ്റ്റി പെട്ടുണ്ടായിരുന്ന ആൾക്കാരുടെ കുടുംബക്കാരുടെ ഈ ശവപ്പറമ്പ് എന്ന് പറയുന്നത്, ശവസംസ്കാരം നടത്തിയിട്ടുണ്ടായിരുന്ന ലൊക്കേഷൻസ് ആണ് വരുന്നത്. അപ്പൊ ഇത് പറയുമ്പോൾ നിങ്ങൾ ഒരിക്കലും ഇത് മാത്രം പഠിച്ചു പോവുകയല്ല വേണ്ടത്. വെൻ യു ആർ ലേണിംഗ് ദിസ് മൗണ്ട് ബെറൽ സിസ്റ്റം, നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട മറ്റൊരു ബെറൽ സിസ്റ്റം ഇൻ ദ ഹിസ്റ്ററി ഓഫ് ഇന്ത്യ ഉണ്ട്. ദർ ഈസ് സംതിങ് കോൾഡ് ആസ് മെഗാലിത്തിക് കൾച്ചർ. മെഗാലിത്തിക് കൾച്ചർ. അപ്പൊ നിങ്ങൾ മെഗാലിത്തിക് കൾച്ചറിനെ കൂടെ ഒന്ന് റെഫർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത് നന്നാകും. എവിടേക്കാണ് മെഗാലിത്തിക് കൾച്ചർ കാണാൻ പറ്റുന്നത്? ഏറ്റവും പ്രോമിനന്റ് സൗത്ത് ഇന്ത്യയിലാണ്. പക്ഷെ സൗത്ത് ഇന്ത്യയിൽ മാത്രമാണോ? അല്ല, ദർ ആർ സം അതർ വെരി ഇമ്പോർട്ടന്റ് ലൊക്കേഷൻസ്. അപ്പൊ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചോദ്യങ്ങളും ഒരു ജനറൽ അണ്ടർസ്റ്റാൻഡിംഗ് ബേസ് ചെയ്ത് ചോദ്യം ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നിനക്ക് ജനറൽ സ്റ്റഡീസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ടോപ്പിക്ക് നിങ്ങളൊന്ന് റെഫർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. ഫൈൻ. സോ ദിസ് ഈസ് സംതിങ് വെരി ബേസിക്. ദെൻ ദ ഹോയ്സല ടെമ്പിൾസ് ഓഫ് കർണാടക, ശാന്തി നികേതൻ ഓഫ് വെസ്റ്റ് ബംഗാൾ, അത് 2023 ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ വളരെ റീസെന്റ് ആയിട്ട് ആഡ് ചെയ്യപ്പെട്ടിട്ടുള്ളതാണ് 2023 2024. 2024 ലേറ്റസ്റ്റ് അഡീഷൻ, ദാറ്റ് ഈസ് മൊയ്തംസ്. ദെൻ 2023 നിങ്ങൾ ഹോയ്സലാശ്വര ടെമ്പിൾ തുടങ്ങിയിട്ടുള്ള ഹോയ്സലാസിന്റെ ടെമ്പിൾ വരുന്നുണ്ട്. ദെൻ വെസ്റ്റ് ബംഗാളിലെ ശാന്തി നികേതനൊക്കെ വരുന്നുണ്ട്. അപ്പൊ ഇതിനെ കുറിച്ച് ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടാക്കി എടുക്കുക എന്നുള്ളതാണ്. അപ്പൊ ആദ്യ കാലഘട്ടത്തിലുള്ള 4 നമ്മൾ പറഞ്ഞു, അജന്ത, എല്ലോറ, ദെൻ ആഗ്ര ഫോർട്ടും താജ്മഹലും. സിമിലർലി
ഇവിടെ റീസെന്റ് ആയിട്ട് ആഡ് ചെയ്തത് 2023 2024 പ്രധാനപ്പെട്ട ചില സൈറ്റുകൾ. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കൃത്യതയോടെ ശ്രദ്ധിച്ച് മനസ്സിലാക്കി വെക്കണം, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി ഞാനിവിടെ പ്ലീസ് നോട്ട് എന്ന് പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്, അതും കുറച്ച് ഇമ്പോർട്ടന്റ് ആണ്. ഒന്ന് ഞാൻ നേരത്തെ നമ്മുടെ ആ ഒരു മാപ്പിലൂടെ പറഞ്ഞു. രാജസ്ഥാനിൽ ഉണ്ടായിരുന്ന 6 ഹിൽ ഫോർട്ട്സ് എന്ന് പറയുന്നതാണ് ഒരൊറ്റ സൈറ്റ് ആണ്. ഓക്കെ, 6 ഫോർട്ടുകൾ കൂടി ചേർന്നിരിക്കുന്ന ഒരൊറ്റ സൈറ്റ് ആണ്. ഇറ്റ്സ് എ സിംഗിൾ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ്. അതില് ആ സ്ഥലങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, ഒന്നുകൂടെ പറയാം. ചിറ്റോർഗർ ഫോർട്ട്, കുംഭൽഗർ ഫോർട്ട്, രത്തംപൂർ ഫോർട്ട്, ഗാഗ്രൺ ഫോർട്ട്, അംബർ ഫോർട്ട്, ജയ്സൽമർ ഫോർട്ട്. യു ആർ ഹാവിംഗ് വൺ നെയിം ഓൾ ടു ദിസ് രജപുത് ഫോർട്ട്സ്, അല്ലെ, രജപുത്രന്മാരുടെ ഫോർട്ടുകളാണ്. അപ്പൊ ആ രീതിയിൽ ബേസിക് ആയിട്ട് അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടാക്കിയെടുക്കുക. ദെൻ മൗണ്ടൻ റെയിൽവേസ് ഓഫ് ഇന്ത്യ, അതും ഒരു സിംഗിൾ സൈറ്റ് ആണ്. പക്ഷെ അത് എന്ത് ചെയ്യുന്നുണ്ട്, 3 സ്ഥലത്തിലൂടെ പോകുന്ന ഒന്നാണ്. അതിനെ നമ്മൾ ഒറ്റ സൈറ്റ് ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. ലൈക്ക് ഡാർജിലിംഗ് ഹിമാലയൻ റെയിൽവേ എന്ന് പറയുന്നത് 999 ആഡ് ചെയ്ത ഒന്നാണ്. നീലഗിരി 2005 ദെൻ കൽക്ക ഷിംല റെയിൽവേ 2008 അപ്പൊ അതായത് 999 2005 2008 ആഡ് ചെയ്തിരിക്കുന്ന 3 റെയിൽവേകളുണ്ട്. ഇത് 3 കൂടിയും കൂട്ടിയിട്ട് ഒരൊറ്റ സൈറ്റിന്റെ പേരിൽ മൗണ്ടൻ റെയിൽവേസ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന കാറ്റഗറിയിലാണ് വരുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് ഈ മൗണ്ടൻ റെയിൽവേസ് ഓഫ് ഇന്ത്യയിൽ ഏതൊക്കെ വരുന്നുണ്ട് എന്ന് ചോദിച്ചിട്ട് ഒരു പക്ഷേ ചോദ്യം ചോദിക്കാവുന്നേ ഉള്ളൂ. ഡാർജിലിംഗ് ഉണ്ട്, നീലഗിരി ഉണ്ട്, ദെൻ കൽക്ക ഷിംല ഉണ്ട്. ഇതാണ് ബേസിക് ലേണിംഗ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുകയാണെങ്കിൽ തന്നെ ഡെഫിനറ്റ്ലി ഈ യുനെസ്കോന്റെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റുമായി ബന്ധപ്പെട്ടുള്ള നല്ലൊരു ശതമാനം ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ആൻസർ ചെയ്യേണ്ടി പറ്റും. ഇതാ മൊയ്തംസിനെ കുറിച്ച് കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ഇവിടെ കൊടുത്തിരിക്കുന്നുണ്ട്. മൊയ്തംസ് എന്ന് പറയുന്ന മൗണ്ട് ബറൽ സിസ്റ്റം ഓഫ് അഹോം ഡൈനാസ്റ്റി കണ്ടില്ലേ, നേരത്തെ വരച്ചിരുന്ന കുന്ന്, ആ കുന്ന് പോലെ ഇത് ഈ കുന്നിന്റെ അകത്ത് ഇവരെന്ത് ചെയ്യും, ബറിൽ പ്രാക്ടീസസ് നടത്തുന്ന ഒരു ലൊക്കേഷൻ ആണ്. നമ്മൾ ഈ ഈജിപ്തിൽ പിരമിഡ് ഒക്കെ ഉണ്ടാവില്ലേ, ഈ പിരമിഡ് പോലെ തന്നെ അതിന്റെ ഉള്ളിൽ ഇവരെന്ത് ചെയ്യും, ശവസംസ്കാരം നടത്തുന്നു പറയുന്ന ഒന്നാണ്. ചറൈദിയോ ഡിസ്ട്രിക്ട് ഓഫ് ആസാം, അതുകൊണ്ട് തന്നെ ഇതിനെ ചറൈദിയോ മൊയ്തംസ് എന്നൊക്കെ വിളിക്കാറുണ്ട്. ഫൈൻ. ദെൻ പഡ്കായ് റേഞ്ച് ഓഫ് ഈസ്റ്റേൺ ആസാം, ആസാമിന്റെ പഡ്കായ് റേഞ്ച് മൗണ്ടൻ ഭാഗത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 10-600 വർഷം ഇവർ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ നാച്ചുറൽ ആയിട്ടുള്ള ഈ പ്രകൃതിയിൽ ഇവർ വെച്ചിട്ടാണ് ഇവരുടെ ശവസംസ്കാര രീതിയിൽ നടത്തിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അതിന്റെ ഒരു റിച്വലിന്റെ പേരാണ് മേ ദം മേ ഫി തർപ്പൺ, ഒരു പ്രാക്ടീസസിന്റെ പേരാണ്. അപ്പൊ നമുക്ക് ഇങ്ങനത്തെ പേര് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാക്കി വെക്കുക, ദാറ്റ് ഈസ് നോട്ട് ഇൻ ദ സെൻട്രൽ പാർട്ട് ഓഫ് ഇന്ത്യ ഓർ സദർൺ പാർട്ട് ഓഫ് ഇന്ത്യ. ഇപ്പൊ ഈസ്റ്റ് ഇന്ത്യയിലെ ചില പ്രാക്ടീസസ് ആവുന്ന രീതിയിൽ മനസ്സിലാക്കിയാൽ മതി, അല്ലാതെ നിങ്ങൾ ഈ പേരുകൾ കൂടുതൽ ബൈഹാർട്ട് ചെയ്യേണ്ട, ജസ്റ്റ് ജനറൽ ഐഡിയ മാത്രം മതി. ഞാൻ പറഞ്ഞ പോലെ ഓഫൺ കമ്പയർഡ് ആസ് ഈജിപ്ഷ്യൻ പിരമിഡ്സ്, കമ്പയർഡ് വിത്ത് ഈജിപ്ഷ്യൻ പിരമിഡ്സ്. ഓക്കെ, അപ്പൊ ആ രീതിയിൽ ഒന്ന് കണക്കാക്കുന്ന ഒന്നാണ് എന്നുള്ള രീതിയിൽ ഒന്ന് മനസ്സിലാക്കിയാൽ മതി, ഒരു ജനറൽ അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടാക്കിയെടുത്താൽ മതി. ഇനി ഇവിടെ ഞാൻ നിങ്ങൾക്ക് ഒരു ചോദ്യം തന്നിട്ടുണ്ട്, ഓൾറെഡി ഐ ഹാവ് ആസ്ക്ഡ് ദ സെയിം. സെക്കൻഡ് ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങളോട് ചോദിച്ചിരിക്കുന്ന ചോദ്യം, ഇതിന്റെ ആൻസർ എല്ലാവരും കമന്റ് ചെയ്യാം. ദ ഗ്രൂപ്പ് ഓഫ് മോണുമെന്റ്സ് അറ്റ് പട്ടടക്കൽ റെപ്രസെന്റ് ദ ആർക്കിടെക്ചർ സ്റ്റൈൽ ഓഫ് വിച്ച് ഡൈനാസ്റ്റി? ഓപ്ഷൻസ് ചാളുക്യ, രാഷ്ട്രകൂട, പല്ലവ, ചോള. ഓക്കെ, അപ്പൊ ഇത് ആൻസർ ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കേണ്ടത് പട്ടടക്കൽ എന്ന് പറയുന്ന റീജിയൻ ഏത് സംസ്ഥാനത്താണ്. അപ്പൊ സംസ്ഥാനം ഐഡന്റിഫൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് അവിടെ ഉണ്ടായിരുന്ന ഒരു ഡൈനാസ്റ്റി കിട്ടും. അങ്ങനെ വേണം നമ്മൾ റിലേറ്റ് ചെയ്ത് പോകാൻ വേണ്ടി. അപ്പോൾ എന്തായാലും ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഓരോരുത്തരും വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക. ഓക്കെ, ദാറ്റ്സ് ഈസ് സംതിങ് വെരി ഇമ്പോർട്ടന്റ്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഓപ്ഷണലിന്റെ കാര്യം നിങ്ങൾ മറക്കണ്ട. നിങ്ങൾക്ക് ഉപകാരമുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷേ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഒരു പക്ഷേ ഉപകാരം ഉണ്ടാകും, അവർക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ലേണിംഗ് പ്രോസസ്സിന്റെ ഭാഗമായിട്ട് ഈ വീഡിയോ ബാക്കിയുള്ള ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്തിട്ട് നിങ്ങൾ ഇതിൽ നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കാം. അപ്പൊ ഏകദേശം നിങ്ങൾക്ക് ഇത് തലയിൽ നിൽക്കും. ഇങ്ങനത്തെ വലിയ വലിയ ടോപ്പിക്കുകൾ ചെയ്യാനുള്ള ഏറ്റവും നല്ലൊരു വഴി അതാണ്. ആൻഡ് ഫൈനലി വൺ മോർ തിങ്, നിങ്ങൾ സ്പാർട്ടൻസ് ഹിസ്റ്ററി UPSC എന്ന് പറയുന്ന നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പിക്കുക. നമ്മുടെ ഈ വീഡിയോക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലൊക്കെ അത് അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും. പറയാൻ കാരണം അതിൽ നിങ്ങൾക്ക് പ്രിലിംസിന് ആവശ്യമായിട്ടുള്ള കോർ ടോപ്പിക്സിന്റെ റിവിഷൻ നോട്ട് അതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ആൻഷ്യൻ ഇന്ത്യ, മിഡീവൽ ഇന്ത്യ, മോഡേൺ ഇന്ത്യ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഫൈനൽ ടച്ചിനും റിവിഷനും വേണ്ടി നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ്. നിങ്ങൾക്ക് അത് ഉപയോഗിക്കാം, ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യാം. സോ ഗൈസ്, ദിസ് ഈസ് ഓൾ അബൌട്ട് ടുഡേസ് വീഡിയോ. മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, കമന്റ് ആയിട്ട് രേഖപ്പെടുത്താം. സോ ദാറ്റ്സ് ഓൾ. സീ യു ഇൻ അനദർ വീഡിയോ. താങ്ക് യു.